അങ്ങനെ ഗായ്സ്, നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഹായ് ഗായ്സ്, അങ്ങനെ അടുത്ത രാജ്യം ഞാൻ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം എന്താണ് നമ്മുടെ പോകാൻ ടൈമായി ഓൾറെഡി. ഓക്കെ, ഷുവർ ബ്രോ. അപ്പം ബസ് എടുക്കാൻ ടൈമായി. നമ്മളിത് പോർച്ചുഗൽ പോവാണ്. ഏകദേശം ബോർദോ വഴി, ബോർദോയിൽ നിന്ന് ഈ പറഞ്ഞ സ്പെയിനിൽ നിന്ന് പോർച്ചുഗൽ, ഏകദേശം 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ബസ്സിൽ കയറാം. ബസ്സിലാണ് പോകുന്നത്. ഏകദേശം 40 യൂറോ ആയി. നമുക്ക് എന്താണെങ്കിലും ബസ്സിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ബസ് കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവരും പോകാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എന്താണെങ്കിലും നമ്മുടെ സീറ്റിൽ നമ്മുടെ തൊട്ടടുത്തിട്ട് ബംഗ്ലാദേശ് ബായ് ഉണ്ട്, തൊട്ടിപ്പുറത്ത് നമ്മുടെ പാകിസ്ഥാനി ബായ്സ് ഉണ്ട്. ओके, जस्ट पाकिस्तानी बाइस ഉണ്ട്. नाम क्या है आपका? नाम क्या है? मेरा नाम अहमद हुसैन. अहमद हुसैन किधर से है? बांग्लादेश है. बांग्लादेश से. भैया नाम क्या है? भैया नाम क्या है? बिलाल. मेरा नाम बिलाल है. अगी आदिल. बांग्लादेश പാകിസ്ഥാൻ मैं इंडिया से. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണ്. ഓക്കെ, ഞങ്ങൾ പോർച്ചുഗൽ പോവുകയാണ്. നമുക്ക് എന്താണെങ്കിലും ബസ് ഒരു 10 മിനിറ്റ് ബസ് എടുക്കും. നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഏകദേശം 20 മണിക്കൂർ എടുത്ത് നമുക്ക് യാത്രയുണ്ട്. അപ്പം 20 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാം. ഇപ്പം ഏകദേശം ഒരു 8:15 നമുക്ക് ബോർദോയിലെത്തും. ബോർദോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസിൻ്റെ ഒരു നടുക്കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പം ബോർദോയിൽ ഒരു 1 മണിക്കൂറോടെ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞ് ബോർദോയിൽ നിന്ന് വണ്ടി എടുത്ത് നമുക്ക് സ്പെയിനിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് എത്തും. എനിക്ക് കറക്റ്റ് പേര് അറിയില്ല. അവിടെ ഒരു 1 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോർച്ചുഗലിൽ നമുക്ക് എത്തുന്നതാണ്. പോർച്ചുഗൽ നാളെ രാവിലെ 6 മണിക്ക് എത്തും. അപ്പോൾ എന്താണെങ്കിലും കാണാം. ചെക്കിങ് കാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടെ അവർ കൺഫേം ചെയ്യുകയാണ് എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് നോക്കാം. നമ്മുടെ ഭായ് നിലവിൽ നമുക്ക് ബ്രെഡ് കാര്യങ്ങൾ പഴമൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ബംഗ്ലാദേശ് ഭായ്. എന്തായാലും ഭായ് ശുക്രിയ. ഓക്കെ, നമുക്ക് പഴം കഴിക്കാം. ഭായ് നല്ല അടിപൊളി നല്ല ബ്രെഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 15 മിനിറ്റ് ബ്രേക്കിന് വേണ്ടി ഞങ്ങളിത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഷോപ്പിൽ കയറി എന്തെങ്കിലും ചെറിയ കടികൾ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് മേടിക്കാം. ഞാൻ ഓൾറെഡി ഫ്ലിക്സ് ഫസ്റ്റ് നിന്ന് പരിചയപ്പെട്ട ഭായിയാണ്. ഭായ് കാ നാം ഭൂൽ ഗയാ. അഹമ്മദ് ഹുസൈൻ. എല്ലാവരും സാധനം എടുക്കുന്ന തിരക്കിലാണ്. നമുക്ക് എന്താണുള്ള ഒരു ചായ ഓർഡർ ചെയ്യാം. ഭയ്യ തും ചായ ക്യാപുച്ചിനോ? നോ, तुम चाहिए चाय और कैपुचिनो तुम चाहिए? അടിക്കാതിരുന്ന് കഴിക്കുക. ചെറിയൊരു ബൗണ്ട് മേടിച്ചു. ഒരു കോഫി കൂടെ മേടിക്കാം. ഏകദേശം 3 യൂറോ ആയി. അങ്ങനെ നമുക്ക് ചോക്ലേറ്റ് ഷൂ നമുക്ക് മേടിക്കാം. നമ്മുടെ ഫേവറേറ്റ് കോഫിയാണ് ചോക്ലേറ്റ് ഷൂ. എന്നുവെച്ചാൽ എന്താ നമ്മുടെ ഇംഗ്ലീഷിൽ ഹോട്ട് ചോക്ലേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചോക്ലേറ്റ് ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണെന്ന് ചോക്ലേറ്റ് ചോക്ലേറ്റ് റെഡിയാണ്. നമുക്ക് കാണാം. സോഷഫ് വിയാ ബസ്സിലെ ഡ്രൈവറാണ്. ഓൾറെഡി ഓക്കെ മീ പോക്കോ ഹബ്ലാർ എസ്പാനോൾ. ഓക്കെ, നമ്മുടെ സ്പാനിഷുകാരനാണ്. ഓക്കെ, എസ്പാനോൾ ദോണ്ടെ എസ്പാനോൾ? ബുർഗൂഷ്. ഓക്കെ ബുർഗൂഷ്. ഓക്കെ, സ്പാനിഷ് പ്രൊവിൻസിയ. ഓക്കെ, വന്നു ഐസ് കോഫി. ഓക്കെ, ദെൻ സീ യു. നമ്മുടെ കോഫിയും വന്നു. നമുക്ക് കോഫി എടുക്കാം. ഓക്കെ, നമ്മുടെ അങ്ങനെ ചോക്ലേറ്റ് ഷൂ വന്നു ഗൈസ്.
ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കിങ്ങനെ സ്പെയിനിലെ പോലീസിനെ കാണാം. രാവിലെ ഒരു 8 മണിയായപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ്. കാര്യം സ്പെയിനിൽ കയറി നല്ല ഫുഡ്, സ്പെയിനിൻ്റെ ബോർഡറിൽ കയറി നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. കാര്യം ബസ്സിലായതുകൊണ്ട് അത് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ അഹമ്മദ് ഭായ് നല്ല ഉറക്കമാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും സ്പെയിനിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണേലും ഇവിടെ നിന്നൊരു 8-9 മണിക്കൂറും കൂടെ നമ്മുടെ പോർച്ചുഗൽ ലിസ്ബണിലുണ്ട്. നമ്മൾ ഇത്തവണ സ്പെയിനിലധികം നമ്മൾ കവർ ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ലിസ്ബണിൽ പോകാനുള്ള പ്ലാനാണ് ചെയ്യുന്നത്. നമ്മളടുത്ത് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ 1-2 മാസത്തിൽ പിന്നെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണല്ലോ സ്പെയിനും കൂടെ മൊത്തത്തിൽ കവർ ചെയ്യണമെന്നാണ് പ്ലാൻ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രാൻസ് മാറി സ്പെയിനിൽ കയറിയപ്പോൾ എല്ലാവരും സ്പാനിഷാണ് സംസാരിക്കുന്നത്. ഇവർക്കൊന്നും ഫ്രഞ്ച് അറിയുന്നവർ കുറവാണ്. പിന്നെ ഇംഗ്ലീഷൊക്കെ കുറച്ചറിയാം. പക്ഷേ ഫ്രഞ്ച് ബോർഡർ ഫ്രാൻസിൻ്റെ തൊട്ടടുത്തുള്ള ബോർഡർ ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഫ്രഞ്ച് സംസാരിക്കും. ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും ഏതൊരു സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ബോർഡറുള്ള ആൾക്ക് എന്നും അവിടുത്തെ ഭാഷയും സംസാരിക്കും. നമുക്ക് ഫ്രാൻസിൻ്റെ പോലെ തന്നെ സ്പെയിൻ്റെയും വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലായി. ഫ്രാൻസിൽ ചെന്ന് നിന്നുകൊണ്ട് നമുക്ക് റോഡിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. കാര്യം അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ ഏത് രാജ്യത്താണെങ്കിലും അവർക്ക് അവരുടേതായ ശൈലി കാര്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാവും. റോഡുകളിൽ പോലും നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അഹമ്മദ് ഭായ് 12 കൊല്ലത്തിന് ശേഷമാണ് പുള്ളിക്കാരൻ ബംഗ്ലാദേശിൽ പോകുന്നത്. പുള്ളിക്കാരൻ ഫ്രാൻസിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ പോർച്ചുഗലിലെ കാർഡ് മേടിച്ചിട്ട് അവിടെ നിന്ന് ഒരു 3 ദിവസം സ്റ്റേ ചെയ്തിട്ട് നേരെ ബംഗ്ലാദേശിൽ പോവുകയാണ്. കാര്യം കല്യാണം കഴിഞ്ഞ് വൈഫും അതുപോലെ കെട്ടികളും അതുപോലെ തന്നെ പിള്ളേരും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ 12 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. 4 മാസം അടുത്ത പുള്ളിക്കാരൻ ലീവുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അഹമ്മദ് ഭായ് അവരുടെ ഫാമിലി അവർ പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ അഹമ്മദ് ഭായ് നിൽക്കുകയാണ്. അവരുടെ ഫാമിലി എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കാർഡ് കാര്യങ്ങളൊന്നും റെഡിയായില്ല. കാര്യം ഇപ്പോൾ യൂറോപ്പിലുള്ള മിക്കവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. കാര്യം പല വിസിറ്റിംഗ് വിസയിലും ഇങ്ങനെയൊക്കെ വന്ന് ഒരുപാട് ആൾക്കാരിവിടെ നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും നമുക്ക് വിസയിൽ ഒരിക്കലും പോകാൻ പറ്റുകയില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ പല വീഡിയോകളിലും കാണുന്നത് 8 കൊല്ലത്തിന് ശേഷം നാട്ടിൽ പോയാൽ 9 കൊല്ലത്തിന് ശേഷം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ വിസ റെഡിയാകാതെ ഒരിക്കലും പോകാൻ പറ്റില്ല. കാര്യം പോകാൻ പറ്റും, പക്ഷേ തിരിച്ച് ഒരിക്കലും നമുക്ക് തിരിച്ച് വരാൻ പറ്റില്ല യൂറോപ്പിലോട്ട്. നമ്മുടെ അഹമ്മദ് ഭായ് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം 15 साल के बाद तुम घर के जाएगा, इसलिए तुम बहुत हैप्पी है. ഓക്കെ, നമ്മുടെ അഹമ്മദ് ഭായ് 12 കൊല്ലത്തിന് ശേഷമാണ് നമ്മുടെ വീട്ടുകാരെ എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആരും പറയണ കാര്യം നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തിൽ 1 കൊല്ലം കഴിഞ്ഞ് നമുക്ക് നാട്ടിൽ പോകുന്നതിന് നമുക്ക് അത്രയും സന്തോഷമാണ്. പുള്ളിക്കാരൻ 12 കൊല്ലമായിട്ട് സ്വന്തം ഭാര്യനെയും മക്കളെയും മാറ്റി നിർത്തി ഇവിടെ സ്വന്തം ഭാര്യനെയും മക്കളെയും കാണാതെ 12 കൊല്ലമായിട്ട് ഫ്രാൻസിലും ഈ പറഞ്ഞ യൂറോപ്പിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എന്തായാലും അഹമ്മദ് ഭായ് എൻജോയ് കറോ ഫാമിലി കെ സാത്ത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോകാൻ ഓൺ ദ വേ ആണ്. ഏകദേശം ഒരു 6 മണിക്കൂറും കൂടെ നമുക്ക് എത്താനുണ്ട്. നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ സ്പെയിനിൽ വലൻസിയയുടെ അടുത്ത് തിരികെയാണ് ഗൈസ്. ഒരു 15 മിനിറ്റ് ബ്രേക്കുണ്ട്. ബ്രേക്ക് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളിത് ഒരു 6 മണിക്കൂറുടെ യാത്രയുണ്ട് പോർച്ചുഗലിലോട്ട്. എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. എന്താണ് നമുക്കൊരു ചായ കുടിക്കാം. നമ്മളെ അഹമ്മദ് ഭായും ഞാനും ഉണ്ട്. അഹമ്മദ് ഭായ് ചായ പീണേ? തുമ്നെ ചായ ക്യൂ? ഓക്കെ, എന്താണ് നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലാണ്. നമുക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ മേടിക്കാം. അതിന് മുമ്പ് ഒന്ന് വാഷ്റൂമിലൊന്ന് പോവാം. കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാനുണ്ട്. ഇവിടെ സിഗരറ്റ് കാര്യങ്ങളൊക്കെ, സിഗരറ്റിൻ്റെ ഒരു മെഷീനാണ് കേട്ടോ.
നമുക്ക് ഏത് ബ്രാൻഡ് വേണോ ബ്രാൻഡിലെ സിഗരറ്റ് നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെഷീൻ്റെ അത് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് മാൽബ്രോ, വിൻസ്റ്റൺ എല്ലാ സിഗരറ്റ് ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു മെഷീൻ്റെ അത് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് 5 യൂറോ 5.something യൂറോ ആണ് നമുക്ക് എന്താണ് സിഗരറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഫ്രാൻസിൽ അതുവരെ കണ്ടിട്ടില്ല. സ്പെയിനിലൊരു പുതുമയായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഇവിടെ മൊത്തം ടോയ്സ്, പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഒരു ചായ കാര്യം നമുക്ക് കുടിക്കാം. പുള്ളിക്കാരൻ പൈസ ഇട്ടിട്ടുണ്ട്, സിഗരറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സമർഷ്പ എന്തായാലും സിഗരറ്റ് വരും നമ്മൾ ചെക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും നമ്മുടെ അൽജീരിയക്കാരൻ നമ്മുടെ ഫ്രണ്ടാണ് സമർഷ്പ. ഓക്കെ, കണ്ടാ സിഗരറ്റ് എങ്ങനെ വന്നു ഗൈസ്. ഷോ നമ്മളിത് പിന്നെയും പാൻ ചോക്കോള ഇവിടെ ചോക്ലേറ്റ് ഷോ മേടിച്ചിരിക്കുകയാണ്. മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചോക്ലേറ്റ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും കാര്യം എല്ലാവരും തന്നെ ഇങ്ങനെ നമുക്കൊരു പാക്കറ്റാണ് കിട്ടുന്നത്. പാക്കറ്റായിട്ട് കിട്ടുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി. ഇപ്പം മേടിച്ച പാൻ ചോക്കളായും ഈ പറഞ്ഞ ചോക്ലേറ്റ് ഷോ ഒന്നുകൂടെ കുടിച്ചു. ഒരു ബൈക്ക് കൊള്ളില്ലായിരുന്നു. പച്ചവെള്ളത്തിൻ്റെ അത് മിക്സ് ചെയ്ത് തന്നേക്കുന്ന സാധനമായിരുന്നു. ഇനി എന്തായാലും അടുത്ത വട്ടം പോലെ വേറെ എന്തെങ്കിലും വെറൈറ്റി കുടിക്കണം. കാര്യം എന്താണെങ്കിലും സ്പെയിനിൽ വന്ന് പാൻ ചോക്കള കുടിച്ചത് എന്താണെങ്കിലും കൊള്ളുകയില്ല. നമ്മുടെ ഫുഡ് കഴിച്ചതും സുഖമില്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് പോവാം. ഓക്കെ ഗായ്സ്, പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വരണ്ട് കിടക്കുന്ന കൃഷി തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നത്. നമുക്കത് ഒരുപാട് നേരമായിട്ട് ഈ ഒരു സീൻ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റത്തെ ഒരു 20 കിലോമീറ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു പുതുമയായിട്ടുള്ള കാഴ്ച കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്പെയിൻ എത്തി പോർച്ചുഗലിലോട്ട് എത്തുന്ന ആ ഒരു ടൈമിൽ എനിക്കൊന്ന് പോർച്ചുഗൽ ഇനിയുണ്ട് ഒരു 200-250 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വരുന്ന ഒരു 10-20-30 കിലോമീറ്ററായിട്ട് കാണുന്ന കാഴ്ച ഈ ഒരു രീതിയിലുള്ള കാഴ്ചകളാണ്. കാര്യം നമ്മളത് ഫ്രാൻസിലും ഈ പറഞ്ഞ ബെൽജിയത്തിലൊക്കെ പോകുമ്പം വളരെ നിവിഷ്ടമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളും കാണാം. പക്ഷെ ഇവിടെ ഭയങ്കര വരണ്ട് കിടക്കുന്ന ഒരു കൃഷിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മൊത്തം ഇങ്ങനെയുള്ള ഭൂപ്രകൃതിയാണ് ഫുള്ള്. ഇങ്ങനെയുള്ള കൃഷി കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഒരു വരണ്ടൊരു ഭൂപ്രകൃതിയാണ്. ഏകദേശം പോർച്ചുഗലിൻ്റെ ബോർഡറിലോട്ട് എത്താറായി. നമുക്ക് ഈ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 100 കിലോമീറ്ററായിട്ട് ഇങ്ങനെയുള്ളൊരു കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. പോർച്ചുഗലിലൂടെ കയറിയപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. കാര്യം ഒരു വരണ്ട ഭൂപ്രകൃതി മാറി ഇപ്പം മൊത്തം ഒരു പച്ചപ്പ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്തായാലും നമുക്കത് കാണാം. കാര്യം നേരത്തെ ഒരു ചുണ്ണാമ്പ് കളറിലുള്ളൊരു രീതിയിലുള്ളൊരു മലകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു എല്ലാവരും പച്ച കളറിൽ നില ഒരു പ്രകൃതി ഭംഗി നമുക്ക് കാണാം.
പോർച്ചുഗലിനോട് എത്തുകയാണ് ഗൈസ്. പോർച്ചുഗലിനോട് അടുക്കുകയാണ് ഗൈസ്. നമ്മൾ പോർച്ചുഗലിലെ ബിൽഡിംഗ് കയറിലൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ അടുത്ത് പോർച്ചുഗലുള്ളൂ. പോർച്ചുഗലിലെ ബിൽഡിങ്ങുകളിൽ കാണാം ആ പോർച്ചുഗലിലെ പഴയ പ്രതാപമൊക്കെ ഒരു മങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച പോലെയാണ് കാണുന്നത്. നമ്മുടെ കെട്ടിടത്തിൻ്റെ ഒക്കെ ഒരു കെട്ടിടമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമുക്കത്. നമ്മുടെ ലിസ്ബണിലെ സിറ്റിയിലൂടെ നമ്മൾ അടുക്കുകയാണ്. എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. വാസ്കോ ഡ ഗാമ കണ്ടു ഗൈസ്. പോർച്ചുഗൽ ടൗണിലാണ്, പോർച്ചുഗൽ സിറ്റിയിലാണ്. പോർച്ചുഗൽ സിറ്റിയിലെ മെയിൻ ഒരു പമ്പിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് പോർച്ചുഗലിലെ ബിൽഡിങ്ങുകളിലൊക്കെ നമുക്ക് കാണാം. വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി ഞാൻ പോർച്ചുഗൽ എത്തി ഗൈസ്. നമുക്ക് എന്തായാലും ബാഗ് എടുത്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. നമ്മുടെ തുഫയിൽ വിളിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി പോർച്ചുഗൽ എത്തി ഗൈസ്. പോർച്ചുഗൽ എത്തി. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്വന്തം നാടായ പോർച്ചുഗൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലിസ്ബൺ, ക്യാപിറ്റൽ ലിസ്ബണിലുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ തുഫയിലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തുഫയിൽ വന്നിട്ട് വേണം ഇനി അടുത്ത പരിപാടി. റൂമോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. എല്ലാം തുഫയിൽ വന്നിട്ട് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. കാര്യം ഞാൻ ബുക്കിംഗ് നമ്മുടെ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പം ഏകദേശം 15 യൂറോ ആണ് ഈ പറഞ്ഞ റൂമിൻ്റെ റേറ്റ് കാണിച്ച്. അപ്പം തുഫയിൽ പറഞ്ഞ് നമുക്ക് വന്നിട്ട് നേരിട്ട് അറിയാവുന്ന കുറച്ച് റൂം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഫ്ലെക്സ് ബസ് ഒക്കെ കിടക്കുന്ന ഇവിടെയാണ് നമ്മളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്. എല്ലാം വണ്ടി കയറാനുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഗായ്സ്, നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ ലിസ്ബൺ, ക്യാപിറ്റൽ ലിസ്ബണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താണ് നമുക്ക് തുഫയിലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. കാര്യം അത്യാവശ്യം നല്ല തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പലയിടത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം ഒരുപാട് പേര് ബസ്സിനെ കയറാൻ വേണ്ടി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തുഫയിലിനെ വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞ് റൂം അറേഞ്ച് ചെയ്യുക. ഓക്കെ, ലിസ്ബണിൻ്റെ സെൻട്രലാണ് നിൽക്കുന്നത്.